കഴിഞ്ഞ ദിവസം അജ്മാനിൽ ആത്മഹത്യ ചെയ്ത അതുല്യയുടെ ഭർത്താവ് സതീശന്റെ സ്കൂൾ ഗ്രൂപ്പിൽ പങ്കുവച്ച ഒരു ശബ്ദ സന്ദേശം പുറത്തായിട്ടുണ്ട്. അതിൽ സതീശൻ പറയുന്നത് താനല്ല ഈ ആത്മഹത്യക്ക് കാരണം എന്ന നിലയിലാണ് അയാൾ സംസാരിക്കുന്നത്. ഈ ശബ്ദ സന്ദേശത്തിൽ സതീശൻ പറയുന്നത് അതുല്യ സ്ഥിരമായി സതീശനെ ഉപദ്രവിക്കാറുണ്ടായിരുന്നു എന്നാണ്. എന്താണ് സത്യം? അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ആയതാണ്. ഞാൻ ഭയങ്കര ഹാപ്പി ആയിരുന്നു. ഇവർക്ക് തീരെ ശരീരം ഒട്ടും വയ്യായിരുന്ന സമയത്തൊക്കെ അങ്ങനെ ഒരു ട്രാവൽ ചെയ്യാൻ വയ്യാത്തോട്ട് ഒരു 2.5 മാസം 2.5 മാസം ഉണ്ടായപ്പോഴാണ് 2.5-3 മാസമായപ്പോഴാണ് നാട്ടിൽ പോകുന്നത്. പക്ഷെ അവൾക്കത് കുഞ്ഞിനോട് ഒട്ടും താല്പര്യമില്ലാതെ എന്റെ പെർമിഷൻ ഇല്ലാതെ അവളെ കൊണ്ടുപോയി അബോർഷൻ ചെയ്തു. എന്നെ അത് മാനസികമായിട്ട് ഭയങ്കരമായിട്ട് തന്നെ എന്റെ ജീവിതത്തിൽ ഭയങ്കര മാനസികമായിട്ട് തന്നെ ഞാൻ റീസൺ ചോദിച്ചപ്പോൾ ഞാൻ വീക്കെൻഡ് ഞാൻ കഴിക്കാറുണ്ട്, വല്ലപ്പോഴും കഴിക്കാറുണ്ട്. ശരിയാണ്, എന്റെ ജോലി സിവിൽ ആയതുകൊണ്ട് ഞാൻ അങ്ങനെ വല്ലപ്പോഴും ഇടയ്ക്ക് ഞാൻ കഴിക്കാറുണ്ട്. സത്യമുള്ള കാര്യമാണ്. ഈ ഡോറ് ഓപ്പൺ ആയി കിടക്കുവാണ് എന്ന് വെച്ചാൽ ലോക്കല്ല. ഞാൻ അകത്ത് വന്നപ്പോൾ കാണുന്നതെന്ന് വെച്ചാൽ ഇവള് ഫാനിൽ ഇങ്ങനെ ഹാങ് ചെയ്തിട്ട്, പക്ഷെ ഇവിടെ കാൽ രണ്ടും താഴെ മുട്ടി ഇങ്ങനെ മടങ്ങി നിൽക്കുകയോ ചവിട്ടാവുന്ന അത്രേ ഉള്ളൂ. ആ ഹൈറ്റിൽ അവർ ചെയ്തേ ഉള്ളൂ. കയ്യബദ്ധം പറ്റിയാണോ എന്തോ എനിക്കറിയില്ല. ഞാൻ പിന്നെ അകത്ത് വന്നപ്പോൾ എന്റെ 2 പേര് 3 പേര് പിടിച്ചാൽ നീങ്ങാത്ത കട്ടില് മൊത്തത്തിൽ മാറിക്കിടക്കുന്നു. ദൈവം ഒരാളുണ്ടെങ്കിൽ ഇതിനൊക്കെ കറക്റ്റ് കാണിക്കും. ഇത് എന്റെ കൈയോട്ട് സംഭവിച്ചാണോ അതോ വേറെ വല്ലതും സംഭവിച്ചാണോ എന്നുള്ളത് എല്ലാവരും അറിയണം, അറിഞ്ഞേ പറ്റൂ. അതിനുവേണ്ടി ഞാൻ ജീവിക്കുന്നില്ല. എനിക്ക് ഇവിടെ ഈ ഫാനിൽ ഞാൻ ഒറ്റയ്ക്ക് ഇവിടെ റൂമിൽ ഇരിക്കുമോ, എനിക്ക് ഈ ഫാനിൽ വീണ്ടും കയറി തൂങ്ങാം, ഞാൻ ചെയ്യത്തില്ല. ഇതെല്ലാ